നമ്മളെ തലക്കൊരു മേലെ ഹൈറ്റിലൊക്കെ എത്തുന്ന ടൈമിൽ നമ്മളതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ അത് പുതിയ ശിഖരങ്ങളായിട്ട് മാറും. ചെടിക്ക് യാതൊരുവിധ ദോഷം വരാൻ പാടില്ല. കാരണം ചെടീന്റെ വളർച്ചയ്ക്ക് അത് ബാധിക്കാൻ പാടില്ല. ചെടിക്ക് നല്ല രീതിയിൽ ആരോഗ്യം കിട്ടണം. ഇതിലേക്ക് 1 ലിറ്ററിന്റെ അടുത്ത് കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചാരം ഉണ്ടല്ലോ, വിറക് കത്തിച്ചിട്ടുള്ള ചാരം ഒരു 2 പിടി ഇട്ട് കൊടുക്കാം. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന നമ്മളെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള പരിചരണത്തെ കുറിച്ചിട്ട് അതേപോലെ വളപ്രയോഗത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് വർഷം മുന്നേ വരെ നമുക്ക് അത്യാവശ്യം സ്ഥലമുള്ളവർക്ക് മാത്രമേ പ്ലാവ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തവരോ വീടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചക്ക നല്ല വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് നമ്മളിവിടെ ബഡ് ചെയ്തിട്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാവിനങ്ങൾ പല വെറൈറ്റികൾ ഇവിടെ വന്നു തുടങ്ങിയത്. അത് നമ്മുടെ വിദേശീയനൊക്കെ പെട്ടെന്ന് കായ്ഫലം വെച്ചാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്ന പ്ലാവിനങ്ങൾ. അതിലൊന്നാമനാണ് നമ്മളെ വിയറ്റ്നാം സൂപ്പർ എർലി കേട്ടോ. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് കഴിച്ചപ്പോൾ 2 സെന്റിൽ വീടുള്ളവരാണെന്നുണ്ടെങ്കിലും 3 സെന്റിൽ വീടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നട്ടു വളർത്താൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ മറ്റ് പ്ലാവുകളൊക്കെ കൂടുതലായിട്ട് മണ്ണിൽ നടണ്ടാകുന്നുണ്ടെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞാൽ ചെറിയ തൈ ആവുന്ന ടൈമിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടും. പക്ഷേ 1.5 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും പറയും എന്നുണ്ടെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാസം കൊണ്ട് തന്നെ അതിൻ്റെ കായ്ഫലം കിട്ടും. പക്ഷെ ആ കായ്ഫലം നമ്മൾ നിലനിർത്തണം എന്നില്ല കേട്ടോ. കാരണം നമ്മൾ ചെടീൻ്റെ വളർച്ചയും ചെടീൻ്റെ ആരോഗ്യവും കണക്കിലെടുത്തിട്ട് നമ്മൾ അതൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും. ഒരു 2 വർഷം ആകുമ്പോഴൊക്കെയാണ് നമ്മൾ അതിൻ്റെ കായ്ഫലം നിലനിർത്തുക. പ്ലാവിൽ നമ്മൾ വിയറ്റ്നാം സൂപ്പർ എർലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ടെറസിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ സ്ഥല സൗകര്യം തീരെ ഇല്ല, ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എയർ പ്രൂണിംഗ് പോട്ടോ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ടെറസിൻ്റെ മേലൊക്കെ കൃഷി ചെയ്യാം. അപ്പം നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടും. വലിയ പടർന്ന് പന്തലിക്കുന്ന ഒരു മരം ഒന്നല്ല കേട്ടോ ഈ വിയറ്റ്നാം സൂപ്പർ എർലി. അത് നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഒതുക്കത്തിൽ വരുന്ന ഒരു മരമാണ് നമ്മൾ വിയറ്റ്നാം സൂപ്പർ എർലി കേട്ടോ. അത് നമ്മൾ കഴിയുന്നതും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇവിടെ നമുക്ക് കിട്ടുക. വെച്ചാൽ പ്ലാവിനങ്ങളൊക്കെ കൂടുതലും ബഡ് ചെയ്തരാം, ഗ്രാഫ്റ്റ് ചെയ്തതും വരും, എന്നാലും കൂടുതലും ബഡ് ചെയ്തിട്ടാണ്. ആ ബഡ് ചെയ്ത പ്ലാന്റുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റത്തടി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത് വളർന്നു വരുമ്പോൾ തന്നെ 2 ശിഖരം 3 ശിഖരമായിട്ട് വളർന്നു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തന്നെ ചക്ക ഉണ്ടാവുമല്ലോ. ചക്ക ഉണ്ടാകുമ്പോൾ ചെടികൾക്ക് അത് താങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം നമ്മളെ തടിവണ്ണം ഉണ്ടാവില്ല, തടിക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ താഴ്ന്ന് തുടങ്ങുമ്പോൾ തന്നെ പുതിയ ശിഖരങ്ങളൊക്കെ വരിക എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒറ്റത്തടി ആയിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാം. ഒറ്റത്തടി ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ തലക്കൊരു മേലെ ഹൈറ്റിലൊക്കെ എത്തുന്ന ടൈമിൽ നമ്മളതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ അത് പുതിയ ശിഖരങ്ങളായിട്ട് മാറും. അങ്ങനെ മേൽഭാഗത്ത് ബുഷായിട്ടാണ് നമ്മൾ വിയറ്റ്നാം സൂപ്പർ എർലി, അതേപോലെ തന്നെ നമ്മളെ ബഡ് ചെയ്തിട്ടുള്ള നമ്മളെ ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള J33 മറ്റേത് പ്ലാവുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ നിലനിർത്തേണ്ടത്. അപ്പൊ അങ്ങനെ നിലനിർത്തിയാൽ മാത്രമാണ് നമുക്കിപ്പോൾ 1 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് കായ്ഫലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിലൊരു ചക്ക ഉണ്ട്. ഇപ്പൊ ഇതിൽ നിറച്ച് കായ്ച്ചിരുന്നു, ഞാൻ അതിന്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടതാണ്. ഇപ്പൊ ഇതിലിപ്പോ ഇവിടെ ഒരു ചക്ക വരികയാണെന്നുണ്ടെങ്കിലും ആ ചക്കക്ക് താങ്ങാനുള്ള ശേഷി ഈ തണ്ടിനുണ്ടാവും. മറ്റേത് എന്താ വെച്ചാൽ 2-3 ശിഖരങ്ങൾ ഇവിടുന്ന് താഴ്ത്തുന്നത് വന്നാൽ എല്ലാ കമ്പിനും അതിനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ അതിലൊരു ചക്ക വന്നു കഴിഞ്ഞാൽ ആ കമ്പ് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ തൈ ചെറുത് നടുന്ന ടൈമിൽ തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തൈ നടുന്ന ടൈമിൽ അതിനൊരു താങ്ങ് വെച്ച് കൊടുക്കാനും ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു മുള എന്തെങ്കിലും ഒരു തണ്ട് വെച്ചിട്ട് അതിന് ആദ്യം ഒരു താങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് അത് പോകുള്ളൂ. മറ്റേ എന്താ വെച്ചാൽ അത് ഒരു കാറ്റടിക്കുമ്പോഴത്തേനൊക്കെ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നടുമ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ നടേണ്ടത് കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ വെയിൽ കിട്ടണം എന്നല്ല, എന്നാലും അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ നടേണ്ടത്. അതേപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ നമ്മൾ കൊടുക്കണം. കാരണം മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം, അപ്പോഴേ ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുള്ളൂ കേട്ടോ. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചതാണ് നമുക്ക് ഡ്രമ്മിൽ മണ്ണിൽ നടാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ പ്ലാവ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പൊ വിയറ്റ്നാം സൂപ്പർ എർലി ആണെന്നുണ്ടെങ്കിലും J33 ആണെന്നുണ്ടെങ്കിലും മറ്റേത് വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും മണ്ണിൽ നടാൻ സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മണ്ണിൽ നടുന്നതാണ് നല്ലത്. ഇനി അതിന് സൗകര്യം ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഡ്രമ്മിലോ പോട്ടിലോ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എർലിയോ ഒക്കെ നമ്മൾ നടേണ്ടത്. അതുപോലെ മറ്റു J33 ഒക്കെ സൗകര്യം ഉണ്ടെങ്കിൽ കഴിയുന്നതും മണ്ണിൽ നടുന്നതാണ് നല്ലത്. ഇനി ഇത് നടുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഞാനിപ്പോൾ നടുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ചെറിയ പ്ലാന്റ് ഇന്ത്യയുടെ കൈമിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നടേണ്ടതെന്നുള്ളത്.
അപ്പൊ പലരും പറയുന്നുണ്ട് വലിയ കുഴി എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കാന്ന്, ഫുള്ളായിട്ട് ചാണകപ്പൊടി ഇടുക, വളങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ ഇറക്കി വെക്കാന്നുള്ളത്. പ്ലാവ് നമ്മൾ അങ്ങനെ ഒന്നും നടേണ്ട ആവശ്യമില്ല. അങ്ങനെ നട്ടെന്ന് വിചാരിച്ചിട്ട് അതിന് വലിയ ദോഷമില്ല. പക്ഷെ നടേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു പ്ലാവ് ചെറുത് ഇപ്പൊ ബഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രോ ബാഗ് നീക്കിയിട്ട് അത് ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു ചെറിയ കുഴി മാത്രം നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് ആ കുഴിയിൽ നമ്മൾ പ്ലാവ് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഗ്രോ ബാഗ് കയറുമ്പോൾ അതിന്റെ മേൽമണ്ണ് ഉണ്ടാവുമല്ലോ, ആ മേൽമണ്ണും നമ്മൾ കുഴിന്റെ മേൽമണ്ണും തമ്മിൽ സമാ ലെവലിൽ വരുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാവ് നടേണ്ടത്. അല്ലാതെ വലിയ കുഴി എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ബഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ മണ്ണിന്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ താഴത്തുനിന്ന് പുതിയ ശിഖരങ്ങൾ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ നടുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, വലിയ കുഴി എടുക്കണ്ട. നമ്മൾ ഗ്രോ ബാഗ് എത്ര വലുപ്പമാണോ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് ലേശം ഒരു താഴ്ചയിലുള്ള കുഴി എടുത്താൽ മതി. മണ്ണ് ഏകദേശം സമാ ലെവലിൽ വരണം. പിന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നട്ട ടൈമിൽ നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ചാണകപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. കൂടുതലായിട്ട് അമിതമായിട്ടുള്ള നമ്മളെ വളങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റു സൂപ്പർ മീലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതുമാണ്. പക്ഷെ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടും നമുക്കിത് നടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ആ മേൽമണ്ണിലാണ് നമ്മൾ ചാണകപ്പൊടി മിക്സ് ചെയ്യേണ്ടത്. അല്ലാതെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചാണകപ്പൊടിയോ വളങ്ങളോ ഇട്ട് വെച്ചിട്ട് അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പൊ ആ മേൽമണ്ണുണ്ടല്ലോ, മേൽമണ്ണ് സൈഡിൽ ഇട്ട് കൊടുക്കുന്ന മണ്ണിൽ മാത്രം ഉണങ്ങിയ ചാണകപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ചുറ്റിലായിട്ട് നമ്മളെ പച്ചിലകൾ ഉണ്ടല്ലോ, നമ്മളെ അടിക്കാടുകൾ, പുല്ലുകൾ, ആ പുല്ലുകൾ നമ്മൾ അതിന്റെ ചുറ്റിലായിട്ട് ഇട്ട് കൊടുത്താൽ വേണ്ടി മാത്രം മതി കേട്ടോ. പിന്നീട് നമ്മളൊരു 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ മണ്ണൊന്ന് കുമ്മായിട്ടോ ഡോളോമേറ്റ് ഇട്ടോ ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, ബയോ പൊട്ടാഷ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൂപ്പർ മീൽ നമുക്ക് വാങ്ങാൻ കിട്ടണം. അങ്ങനത്തെ ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച ചാണകം കലക്കിയതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ സീമക്കൊന്നൻ്റെ ഇലൊക്കെ നമ്മൾ സ്ലറി ആക്കിയിട്ടൊക്കെ നമുക്ക് മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചുറ്റിലായിട്ട് പുല്ലിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ പുല്ലിട്ട് കൊടുക്കുന്നത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ കാര്യമായിട്ടുള്ള രോഗങ്ങളൊന്നും വരില്ല. അതേപോലെ അതിന് നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് 1.5 വർഷം 3 വർഷം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നട്ട 6 മാസം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടും. നമ്മളൊക്കെ എന്താ പൊട്ടിച്ച് കളയാണ് ചെയ്യുക, കാരണം അത് കായ് നിലനിർത്തില്ല. പക്ഷെ 1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കായ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കായ് നിലനിർത്താം. അപ്പൊ ആ കായ് നിലനിർത്തി കഴിഞ്ഞാൽ അതിൽ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കഴിഞ്ഞാലും ആ ചെടിക്ക് യാതൊരുവിധ ദോഷം വരാൻ പാടില്ല. കാരണം ചെടീന്റെ വളർച്ചയ്ക്ക് അത് ബാധിക്കാൻ പാടില്ല. ചെടിക്ക് നല്ല രീതിയിൽ ആരോഗ്യം കിട്ടണം. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അത് നമ്മളെ അടിക്കാടുകളൊക്കെ, ഈ മുറ്റത്തു നിന്നൊക്കെ പറിക്കുന്ന അടിക്കാടുകൾ തന്നെ നമ്മൾ ചുറ്റിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് നല്ല ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ലേശം വിട്ടിട്ടായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിന്, ഇപ്പൊ മഴക്കാലം ആകുമ്പോൾ അതെടുത്ത് മാറ്റിയതാണ്. കാരണം മഴക്കാലത്ത് അങ്ങനെ ചുവട്ടിൽ നമ്മൾ പുല്ലോ അതേപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾക്ക് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. ഈ മൂട്ടിലൊക്കെ ഇട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ അതുകൊണ്ട് മഴക്കാലത്ത് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. പക്ഷെ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 1.5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കായ്ഫലം കിട്ടാൻ ഞാൻ കൊടുക്കുന്ന ഒരു വള രീതിയാണ് കേട്ടത്. അത് വെച്ചാൽ നമുക്കൊരു തലേ ദിവസം 2 പിടി നമ്മളെ കടലപ്പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്തിടുക. അപ്പൊ വെള്ളം എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 1 ലിറ്റർ 2 ലിറ്റർ വെള്ളം എടുത്താൽ മതി. അതിനൊരു കാര്യമായിട്ടുള്ള കണക്കൊന്നും വെക്കണ്ട, ഏകദേശം അത് മൂടാനുള്ള ഒരു ലെവലിൽ വെച്ചാൽ മതി. അങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം പിറ്റേ നമ്മൾ അത് എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്ററൊക്കെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പുളിക്കാത്ത കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ ഇതിലേക്ക് 1 ലിറ്ററിന്റെ അടുത്ത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചാരണ്ടല്ലോ, വിറക് കത്തിച്ചിട്ടുള്ള ചാരം ഒരു 2 പിടി ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ഇടണ്ട കേട്ടോ, ഒരു 2 പിടി തന്നെ ഇട്ടു. നമ്മൾ എങ്ങനെയാണോ നമ്മൾ കടലപ്പിണ്ണാക്ക് എടുത്ത് അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചാരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ ഇത് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ എത്രയാണോ ഈ വളം എടുക്കുന്നത് അതിന്റെ ഒരു 2 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചെടികൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ 2 ഇരട്ടി നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ 2 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇത് നമ്മളെ ചുവട്ടിൽ നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴല്ലേ മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ടൊക്കെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ആട്ടോ, നല്ല രീതിയിൽ കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അത്യാവശ്യം ഒരു കൈപ്പാട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയന്റും നമ്മൾ കറക്റ്റ് ആയിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ മണ്ണിലൊക്കെയാണ് നട്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മൈക്രോ ന്യൂട്രിയന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് മണ്ണിലൂടെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ പോട്ടിലോ ഡ്രമ്മിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും മൈക്രോ ന്യൂട്രിയന്റ് നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇനി കീടശല്യം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള കീടശല്യം ഒന്നും ഉണ്ടാവില്ല, മൂഞ്ഞന്റെ ആക്രമണം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൈ കൊണ്ട് നുള്ളിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാര്യമായിട്ടുള്ള രോഗങ്ങളോ അതേപോലെ കീടശല്യം ഒന്നും വരില്ല. പ്രധാനമായിട്ടും വരുന്നൊരു രോഗം എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലുള്ള ടൈമിൽ നമ്മൾ കുമിൾ രോഗം വരും. നമ്മൾ വിയറ്റ്നാം സൂപ്പർ റെയർലി ഒക്കെ എന്ന് പറഞ്ഞാൽ ഓൾ സീസൺ പ്ലാവാണ്. പക്ഷെ അത് നമ്മൾ കായ്ഫലം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് നമുക്ക് കായ്ഫലം കിട്ടുക, അതിൽ നല്ല മധുരമുള്ള ചക്ക കിട്ടുക. മഴക്കാലത്ത് കായ്ക്കുന്നതിൽ മാത്രമാണ് നമുക്ക് ലേശം മധുരം കുറഞ്ഞിട്ട് നമുക്ക് ചക്ക കിട്ടുക. അപ്പൊ ഈ മഴക്കാല ടൈമിലൊക്കെ ഈ പ്ലാവില് കുമിൾ രോഗങ്ങൾ വരും. വെച്ചാൽ തളിര് വരുന്നതൊക്കെ കരിഞ്ഞു പോകുന്ന രൂപത്തിലൊക്കെ കുമിൾ രോഗങ്ങൾ. അപ്പൊ അതിനൊക്കെ നമ്മൾ സാഫ് ഫംഗിസൈഡ് ഏതെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ സാഫാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം സാഫ്, അതിലേക്ക് ഒരു 2 ml ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും ഒരു കീടനാശിനി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ലിക്വിഡ് സോപ്പ് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഇതാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ രോഗങ്ങളൊക്കെ വരാതെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തണ്ടിന്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ മാവിനൊക്കെ പെയിന്റ് അടിക്കുന്നുണ്ടല്ലോ, അതുപോലൊന്നും പ്ലാവിന് പെയിന്റ് അടിക്കണം എന്നില്ല. എന്നിരുന്നാലും നമ്മൾ തണ്ടിന്റെ ഭാഗത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുല്ലോ അല്ലെങ്കിൽ പ്ലാവില അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളങ്ങളോ അതൊന്നും തണ്ടിന്റെ ചൂട്ട് കൊണ്ടിട്ട് ഇട്ട് കൊടുക്കരുത് മഴക്കാലത്ത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മൂടി ചീഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വളങ്ങൾ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ പുല്ല് ചുറ്റിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഇവിടെ വേരുകൾ ഇങ്ങനെ ഇവിടെ മേലെ പൊന്തി കിടക്കുന്നത്. കാരണം ചെടി വളരുന്നതിന്റെ ഒരു ലക്ഷണമാണ് വേര് മേലോട്ട് വരിക പ്ലാവിനത്തിന്റെ. അപ്പൊ വേര് മേലെ കാണാന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ പോയിട്ട് നമ്മൾ വളം ഇടാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഇലകൾ മറ്റേ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും അതിന്റെ മേലെ പോയിട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പുല്ലിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ചീഞ്ഞ് കൊടുക്കുമല്ലോ, അങ്ങനെ ചെയ്യുമ്പോൾ വേര് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ കുറച്ച് പേര് സംശയം ചോദിക്കുന്നതാണ്, ഞാൻ വിയറ്റ്നാം സൂപ്പർ റെയർലി നട്ടിട്ട് പെട്ടെന്ന് തന്നെ കായ്ഫലം ഉണ്ടായിരുന്നു, പക്ഷെ കായൊക്കെ കരിഞ്ഞു പോകണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം കായ് വരുന്ന ടൈമിൽ തന്നെ കരിഞ്ഞു പോകുന്നത് അത് ആൺപൂവാണ്. ആൺപൂവ് കരിഞ്ഞു പോവാണ്. കാരണം നമ്മൾ കാണുമ്പോൾ ചക്ക പോലെ തോന്നും, പക്ഷെ അത് മനസ്സിലാക്കേണ്ട അതിന്റെ മേലെ വരുന്ന ആ റഫിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ആൺപൂവും പെൺപൂവും തമ്മിലുള്ളത്. അതുപോലെ അതിന്റെ തണ്ടിൽ വരുന്ന ചെറിയ വ്യത്യാസം അത് ഞാൻ അതിന്റെ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൺപൂവ് നമുക്ക് കാണുമ്പോൾ ചക്ക എന്ന് തോന്നും, പക്ഷെ അത് കരിഞ്ഞു പോകും. പെൺപൂവ് മാത്രമേ നമുക്ക് ചക്കായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന പോണൊന്നും നമ്മൾ വിഷമിക്കേ വേണ്ട. ഇനി ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെ അതിൽ കായ്ക്കാന്നുണ്ടെങ്കിൽ ആ ചക്ക നമുക്ക് നല്ല നിർത്തും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പ്ലാവിന്റെ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ. കാരണം പ്ലാവിനൊന്നും കാര്യമായിട്ടുള്ള പരിചരണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നടുന്ന ടൈമിൽ ആദ്യഘട്ടങ്ങളിൽ ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇതേപോലെ സ്ലറികളോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ്. അപ്പോൾ സ്ഥല സൗകര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ 2 സെന്റിലാണ്, ഇനിയിപ്പോൾ ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിലും ടെറസിലും ഇതേപോലത്തെ പ്ലാവ് നടാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിയറ്റ്നാം സൂപ്പർ റെയർലി തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. മറ്റേ J33 അല്ല മറ്റു ഒരുപാട് വെറൈറ്റികൾ നമ്മളെ നാട്ടിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്, 3 വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ 3-4 എണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെ സ്ഥല സൗകര്യം ഇല്ലാത്തവരൊന്നും അങ്ങനത്തെ വെറൈറ്റികൾ കൂടുതലായിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞ ഡ്രമ്മിൽ, കാരണം അതൊക്കെ വലിയ മരം, ഇപ്പൊ J33 ഒക്കെ അത്യാവശ്യം വലിയ മരം ആവുന്നതാണ്. ഡ്രമ്മിൽ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഡ്രമ്മിലാണ് വെച്ചത്. പക്ഷെ കഴിയുന്നതും മണ്ണിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ ആശകൾ നിറവേറ്റാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിയറ്റ്നാം സൂപ്പർ റെയർലി വാങ്ങി നടുന്നതാണ് നല്ലത്. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്